ഈ പടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തേത്, ഇതിൽ 2-3 ഗംഭീര പാട്ടുകളുണ്ട്. എം ജയചന്ദ്രനാണ് പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരിക്കും ഇതിലെ പാട്ടുകൾ കൊണ്ടും ചില നല്ല വിഷ്വൽസ് കൊണ്ടുമൊക്കെ ഈ പടം ശ്രദ്ധിക്കപ്പെട്ടൊരു പടമാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഒരു പൊട്ടൻഷ്യലി വിവാദമാവേണ്ട ഒരു സംഗതി ഈ പടത്തിനകത്തുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഒരു പോസ്റ്റോ ഒരു സംസാരമോ ഒന്നും അന്ന് ഞാൻ കേട്ടിരുന്നില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും അത് എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്വയം ആലോചിച്ചെടുത്തൊരു ഉത്തരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിൽ കറങ്ങി നടക്കുന്ന ഒരു വൈറസ് ഏതെങ്കിലും ഒരു വഴി കൂടെ നമ്മുടെ മൂക്കിലേക്ക് എത്തി അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിയാൽ നമ്മൾ അത്രയും സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന നമ്മുടെ ജീവൻ അവിടെ തീരും എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. ആ ഒരു കാലഘട്ടത്തിൽ OTT-ൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു ഇത്. സോ മേ ബി ആളുകൾ സ്വന്തം ജീവനിൽ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലുള്ള സംഗതികളിൽ ഇടപെടുന്നതിൽ വലിയ കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാവാം അന്ന് ഈ സിനിമയുടെ പ്രിമൈസസിനെ കുറിച്ച് അധികം ഒച്ചപ്പാടും ബഹളവും ഒന്നും ഉണ്ടാവാതിരുന്നത്. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ സർപ്രൈസ് ടു മീ. ഞാൻ അന്ന് ഈ ഒരു കാര്യം കുറെ ചിന്തിച്ചിട്ടുമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ പടത്തിന്റെ ഹീറോയിൻ സെലക്ഷനും ഗംഭീരമായിരുന്നു. പൊതുവേ നമ്മുടെ മലയാളത്തിലേക്ക് ഒരു അന്യഭാഷാ നടിയെ കൊണ്ടുവരിക എന്ന് പറയുന്നത് മിക്ക സമയത്തും നമ്മുടെ വലിയ വലിയ സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങളിൽ കാര്യങ്ങളൊന്നും കൂടി ഉഷാറാവട്ടെ എന്ന് കരുതി പുറത്തു നിന്നുള്ള ലിപ്സിംഗ് ശരിയാവാത്ത എന്നാൽ കാണാൻ ഭംഗിയുള്ള ഒരാളെ കൊണ്ടുവരിക എന്നതാണ്. ഇതേ അതിഥി റാവു ഹൈദാരിയുടെ കേസിൽ തന്നെ 10-20 വർഷങ്ങൾക്ക് മുൻപ് മമ്മൂട്ടിയുടെ പ്രജാപതി എന്ന ചിത്രത്തിൽ അവരുണ്ടായിരുന്നു. ഞാൻ മേൽ പറഞ്ഞ സെയിം പർപ്പസിനായിരുന്നു അത്. എന്നാൽ ഈ പടത്തിൽ അങ്ങനെ ഒരു ആക്ട്രസിനെ ചൂസ് ചെയ്തതും അവരതിൽ അഭിനയിച്ചിരിക്കുന്ന രീതിയും ഒക്കെ 10 out of 10 ആയിരുന്നു. അപ്പൊ ദാറ്റ്സ് ഇറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ചിത്രത്തെക്കുറിച്ച് ഓർത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ ഈ സിനിമ കണ്ട ഒരാളാണെങ്കിൽ പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.